നമസ്കാരം. മലയാളത്തിൽ ഒരു പ്രശസ്തമായ ചൊല്ലുണ്ട്, തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് നോവില്ല. പക്ഷേ അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നോവുക തന്നെ ചെയ്യും. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് BJPയുടെ സമുന്നതനായ നേതാവും മുൻ MLAയും കേന്ദ്രമന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ O രാജഗോപാലിൻ്റെ പ്രസ്താവന. അദ്ദേഹം മറ്റൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്നൊരു പ്രസ്താവനയാണ്. ഒരുപക്ഷെ ശശി തരൂരിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനമോ ഒക്കെ കൊണ്ട് നിഷ്കളങ്കമായി രാജഗോപാൽ പറഞ്ഞ ഒരു കാര്യമായിരിക്കാം. പക്ഷേ വൃദ്ധനാകുമ്പോൾ ശിശുസഹജമായി ഉണ്ടാകുന്ന ആ നിഷ്കളങ്കത രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കായികയായിരിക്കാം. അക്കാര്യത്തിലാണ് CPM-നെ നമ്മൾ നിരീക്ഷിക്കേണ്ടതുള്ളത്. കാരണം നമുക്കറിയാം, VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു സമയത്ത് TPയുടെ വിധവയെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിതുമ്പിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ CPM-ൽ ഔദ്യോഗിക പക്ഷത്തിന് ഒരു പക്ഷേ അമർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്ന് വരെ രൂപം പോലും നമ്മളാരും കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തെ പരിപൂർണമായി വിശ്രമിക്കാൻ അനുവദിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തെ കാണാൻ അല്ലെ അദ്ദേഹത്തിന് പൊതു രംഗത്തേക്ക് വന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹത്തിൻ്റെ മകന് സാധിച്ചു. കാരണം അദ്ദേഹം മകൻ്റെ സംരക്ഷണത്തിലാണ്. O രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രാജഗോപാൽ അങ്ങനെ ഒരു സംരക്ഷണത്തിലല്ല. അദ്ദേഹം ഇപ്പോഴും സ്വതന്ത്രനാണ്. അദ്ദേഹം പക്ഷേ തൻ്റെ വ്യക്തിത്വം അത് വളർന്നിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രസ്ഥാനത്തെക്കാട്ടി വലുതായിട്ട് കാണുകയാണെന്നോ എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്നുള്ള ഒരു മനോനിലയിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വരും ദിവസങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രാജഗോപാലിനെ തള്ളിപ്പറയുക സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തിൽ പ്രവർത്തിക്കാൻ ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ K രാമൻപിള്ള, KG മാരാർ, O രാജഗോപാൽ ഇത്രയും നേതാക്കൾ തന്നെയായിരുന്നു ഏതാണ്ട് പ്രവർത്തനങ്ങളും. ഞാൻ ഓർത്തു പോകുന്നത്, കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാജഗോപാൽ പ്രസംഗിക്കുമ്പോൾ പത്രത്തിൻ്റെ കടലാസുകളിൽ നീല മഷിമുക്കി O രാജഗോപാൽ കോട്ടയത്ത് പ്രസംഗിക്കുന്നു എന്നെഴുതി അദ്ദേഹം തന്നെ അത് അവിടെ ഒട്ടിച്ച ശേഷം അദ്ദേഹം തന്നെ കോട്ടയത്ത് പ്രസംഗിച്ചിട്ട് പോയിട്ടുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് അവാസ്തവമാകാൻ കാരണമില്ല. കാരണം ആ സാഹചര്യം അതായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റാരും തന്നെ തയ്യാറാകാതിരുന്ന കാലഘട്ടമാണ്. പക്ഷേ രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്യാമപ്രസാദ് മുഖർജിയിൽ നിന്നും ദീനദയാൽ ഉപാധ്യായയിൽ നിന്നുമൊക്കെ തന്നെ ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തന രംഗത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല, സ്വന്തം പുത്രന് തന്നെ ശ്യാമപ്രസാദ് എന്ന് പേരിട്ടത് ശ്യാമപ്രസാദ് മുഖർജിയുടെ അകാല ദേഹവിയോഗത്തിലുണ്ടായ അഗാധമായിട്ടുള്ള വൈകാരികത കൊണ്ട് തന്നെയാണ് എന്നുള്ളത് പരസ്യമായ കാര്യം തന്നെയാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ കാര്യങ്ങളിലായാലും ശ്രീ പിണറായി വിജയനോടായാലും ഒക്കെ തന്നെ വ്യക്തിപരമായ അടുപ്പം പുലർത്തുകയും നിയമസഭയിൽ തന്നെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ രാജഗോപാൽ. രാജഗോപാലിനെ തള്ളിപ്പറയാനും മേല, തൊണ്ടയിൽ പുഴുത്താൽ ഇറക്കാൻ മേലാത്ത ഒരു സ്ഥിതിയിലേക്ക് BJPയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് പരിതാപകരമല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ചിന്താശേഷി അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇല്ലായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ശിശുസഹജമായിട്ടുള്ള ഒരു നിഷ്കളങ്കത. ആ നിഷ്കളങ്കത രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ അത് BJP മാനേജ് ചെയ്യും എന്നുള്ളത് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ രാജഗോപാലിൻ്റെ പ്രസ്താവനകളെ ഇന്ന് ജനങ്ങൾ സ്വാധീനിക്കപ്പെടുമോ എന്നുള്ളത് സംശയകരമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരമൊരു പ്രസ്താവന ഇത്ര മുതിർന്ന, ഇത്രയും
BJPയുടെ ആശയത്തെ ആദർശത്തെയും ഒക്കെ ഇത്രയേറെ ഉൾക്കൊണ്ടിട്ടുള്ള ഏകാത്മ മാനവ ദർശനം മുതൽ പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെടെ BJPയെ മുഴുവനായി ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് തീർച്ചയായും രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ച മാതിരിയാണ് ശശി തരൂരിനും അല്ലെങ്കിൽ കോൺഗ്രസിനും കിട്ടിയിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വരും ദിവസങ്ങളിൽ അദ്ദേഹം തിരുത്തുമോ, അല്ലെങ്കിൽ അത് അതിവൈകാരികമായി അല്ലെങ്കിൽ ഒരു ഭംഗിവാക്കിന് പറഞ്ഞതാണ് എന്ന് പറയുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അനൗദ്യോഗികമായി തന്നെ എല്ലാ ആളുകളും തുടങ്ങി വെച്ചിട്ടുള്ള ഈ അവസരത്തിൽ രാജഗോപാലിൻ്റെ പ്രതികരണം, മുന്നോട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ തന്നെ. അതേപോലെ തന്നെ BJPയിൽ പല പ്രമുഖരായിട്ടുള്ള ആളുകളുമുണ്ട്. നമുക്കറിയാം, ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലരും വലിയ തോതിൽ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇത്തരം ചില നിഷ്കളങ്കമായ പ്രസ്താവനകൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടാറുണ്ട്. അത്തരം പ്രസ്താവനകൾ ഇനി ആരൊക്കെ ഇറക്കി വിടും, ഏതൊക്കെ പാർട്ടികളിൽ നിന്ന് ഇത് വരും എന്നും പറയുക സാധ്യമല്ല. കാരണം എല്ലാ പാർട്ടിയിലും ഇത്തരം ആളുകളുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരത്തരം ആളുകളെ നിയന്ത്രിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, കോൺഗ്രസ്സിലാണെങ്കിലും പല നേതാക്കളും പല അഭിപ്രായങ്ങളും പറയും. അത് ജയാപജയങ്ങളെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിലും പ്രചരണ രംഗത്ത് ഉള്ള മേൽക്കൈ നഷ്ടപ്പെടുത്തുന്നതിന് ഇത് കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് ഒരു പ്രതിസന്ധിയാകാൻ, ഒരു തടസ്സമാകാൻ, അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു ആത്മവീര്യം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ഇച്ഛാഭംഗമുണ്ടാക്കാൻ ഇത്തരം വാക്കുകൾക്ക് സാധിക്കും. രാജഗോപാലിൻ്റെ വാക്കുകളായിരിക്കും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ വൃന്ദങ്ങളിൽ ചർച്ചയാവുക എന്നുള്ളത് രസകരമാണ്. ഒരുപക്ഷെ സ്വയം ലൈം ലൈറ്റ് നിൽക്കാനുള്ള, അല്ലെങ്കിൽ മാധ്യമ സമൂഹത്തിൻ്റെയൊക്കെ മുമ്പിൽ തന്നെ ഒന്ന് വാർത്തയായി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമായും പലരും വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ ഞാനതിനെ കാണുന്നത് അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരം വേദികളോ അവസരങ്ങളോ ലഭിച്ചാൽ, അല്ലെ അദ്ദേഹത്തിനെ ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടാൽ, ഇനിയും ഇത്തരം അപകടകരമായ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് BJP എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ.